ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി ഇങ്ങനൊരു വീഡിയോ ചെയ്യുവാൻ ദൈവം ഒരിക്കൽ നല്ല സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതുവർഷം എല്ലാവരും സന്തോഷത്തോടെയും സൗഖ്യത്തോടെയും ആയിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം വേദവസം വായിച്ചപ്പോൾ സങ്കീർത്തന ഭാഗത്തിലെ ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിലേക്ക്, എൻ്റെ ഹൃദയത്തിൽ സ്ട്രൈക്ക് ചെയ്യുവാൻ തൊക്കൊണ്ട് ഇടയായിട്ട് വരും. ഞാൻ ആ ഭാഗം വായിച്ചു പോയി. പക്ഷേ പിന്നീട് കർത്താവ് തന്ന ആ വാക്യം എൻ്റെ ഹൃദയത്തിൽ പല ആശയങ്ങളും ഒക്കെ കൊണ്ടുവരുവാനിടയായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിച്ചു അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമെങ്കിൽ അത് അനേകർക്ക് അനുഗ്രഹമായിരിക്കും എന്ന് കരുതിയാണ് അതാണ് ഈ വീഡിയോയുടെ ചെയ്യുവാനുള്ള ഇടയായി തീർന്നത്. ആ വാക്യം ഞാനൊന്ന് വായിക്കുന്നു. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. 81-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യമാണ്. അതിങ്ങനെ പറയുന്നു: ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവമായ കർത്താവ് പറയുകയാണ്, ഞാൻ ദൈവം അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞു. അപ്പം ഇവിടെ ഭാരം ചുമക്കുന്ന, ചുമക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ കൊട്ട വഹിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ കഴിയും. എന്നാൽ കർത്താവ് ഇവിടെ പറയുകയാണ്, ഞാൻ അവൻ്റെ ചുമലിൽ നിന്ന്, തോളിൽ നിന്ന് ചുമട് നീക്കി. പറഞ്ഞാൽ തോളിൽ ഭാരം വെച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ ദൈവം ഫ്രീ ആക്കി. അവൻ്റെ ഭാരം അവൻ്റെ തോളിൽ നിന്ന് നീക്കിയപ്പോൾ, ഷോൾഡേഴ്സിൽ നിന്ന് മാറ്റിയപ്പോൾ ആ വ്യക്തിക്ക് വലിയ ആശ്വാസം കൈവന്നു. അതുപോലെ തന്നെ കൊട്ട ചുമന്നുകൊണ്ട് പോകുന്നൊരു വ്യക്തിയെ സംബന്ധിച്ചോളം അതിനകത്ത് എന്തെങ്കിലും കാണാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതും ഒരു ഭാരമാണല്ലേ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത് നീക്കി ആ ഭാരത്തെ മാറ്റി ആ വ്യക്തിയെ ഫ്രീ ആക്കുന്ന ഒരു കാര്യമാണ് കർത്താവ് ഈ വാക്യത്തിലൂടെ നമ്മോട് പറയുന്നത്. എന്താണ് ദൈവം നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ജീവിതയാത്രയിൽ അറിഞ്ഞോ അറിയാതെയോ, ക്ഷണിച്ചിട്ടോ ക്ഷണിക്കാതെയോ ഒക്കെ കടന്നു വന്നതായ ഭാരങ്ങൾ, ചുമടുകൾ ചുമന്നുകൊണ്ടായിരിക്കാം, ഭാരങ്ങൾ വഹിച്ചുകൊണ്ടായിരിക്കാം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഈ വാക്യത്തിൻ്റെ ദൈവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആ പ്രകാശനത്തിൻ്റെ ബലത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ആ ഭാരം ചുമന്നുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ വീണ്ടും ആവർത്തിക്കാം. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിനെ സ്നേഹിച്ച് ആമേൻ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി അവൻ്റെ ജീവിതയാത്രയിൽ അവൻ അറിഞ്ഞോ അറിയാതെയോ, വെദർ ഹി ഓർ ഷീ അറിഞ്ഞോ അറിയാതെയോ വന്നിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഭാരങ്ങൾ അത് വഹിച്ചുകൊണ്ട് ദൈവത്തെ സേവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ സേവിക്കുവാൻ, ദൈവത്തിൻ്റെ ആരാധിച്ചു മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ പാതകൾ പിൻചെല്ലുവാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ ജീവിതത്തിലെ ഭാരങ്ങളെ, ചുമടുകളെ മാറ്റുവാൻ ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ആയിരിക്കുന്ന സ്ഥാനത്തിൽ വിശ്വാസത്താൽ അത് ഏറ്റെടുത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് ഈ ദൈവവചനം കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ഭാരത്തിൻ്റെ മുമ്പിലായിരിക്കുന്നെങ്കിൽ, ചിലർ ജീവിതയാത്രയിൽ അവരുടെ
നമുക്കാർക്കും ഞാൻ ക്ഷണിക്കപ്പെടാതെയോ ഒക്കെ വന്ന ഭാരങ്ങളെന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറയാം, അത് മനസ്സിലാകാൻ. നമ്മുടെ ജീവിതത്തിൽ ആരോടും കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല, അല്ലേ? പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു പ്രൈഡും ഒക്കെ വെച്ചിട്ട്, അവരുടെ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് ആരോടും നമ്മൾ കടപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. കടം വാങ്ങിക്കാനോ ബാധിതപ്പെട്ടിരിക്കാനോ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന, അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു ഫിനാൻഷ്യൽ നീഡ് വന്നു കഴിയുമ്പോൾ നമുക്ക് എവിടെ നിന്നെങ്കിലും കടം പൈസ മേടിക്കേണ്ടതായിട്ട് വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിച്ചതല്ല, നമ്മളതിനെ ക്ഷണിച്ചതുമല്ല, പക്ഷേ അവിചാരിതമായി അൺഎക്സ്പെക്റ്റഡായി നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു. അതുപോലെ തന്നെ ചില രോഗങ്ങൾ, ആരും രോഗിയായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും റീൽസിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 10 റീൽസിൽ 2 എണ്ണവും അല്ലെങ്കിൽ 3 എണ്ണവും വരുന്നത് ഇതുപോലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സാണ്. ഏത് ആഹാരം കഴിക്കണം, ഈയപ്പം കഴിക്കണം, എത്രത്തോളം കഴിക്കാവുള്ളൂ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഡോക്ടർമാരിൽ നിന്ന് ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മിക്കവരും അതൊക്കെ ഫോളോ ചെയ്യാൻ വളരെ ബന്ധപ്പെടുകയും ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാരണം അത്രത്തോളം പ്രാധാന്യമൊക്കെ നമ്മൾ കൊടുക്കുക. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില രോഗങ്ങൾ, നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രോഗങ്ങൾ കടന്നു വരികയാണ്. നമ്മുടെ കൺട്രോളുള്ള കാര്യങ്ങളല്ലത്. നമ്മൾ സൂക്ഷിച്ചിട്ടും നമ്മൾ ശ്രമിച്ചിട്ടും ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതയാത്രയിൽ കയറി വന്ന് നമ്മളെ ഭാരപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഭാരങ്ങളെയും ചുമടുകളെയും നീക്കുന്ന, ബുദ്ധിമുട്ടുകളുടെയും രോഗത്തിൻ്റെയും ഒക്കെ കൊട്ടകൾ ചുമക്കുന്ന, കൊട്ടകൾ പേറുന്ന നമ്മുടെ ജീവിതത്തിൽ കൊട്ട വിട്ടൊഴിഞ്ഞ്, ആ ഭാരം വിട്ടൊഴിഞ്ഞ് നമ്മളെ നിവർത്തി നിർത്തുമാറാക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ ഈ സന്ദേശത്തിലൂടെ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ നല്ല കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ അടുത്തു വരുമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് ഇങ്ങനെ പറഞ്ഞൊരു ഭാഗമുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അരികിൽ വരുവേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഭാരം ചുമക്കുന്നവരോടും അധ്വാനിക്കുന്നവരോടും ദൈവത്തിന് എന്നും ഒരു അനുകമ്പയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. എന്നും ആ ദൈവത്തിന് ഒരു കരുണയുണ്ട് ഭാരം ചുമക്കുന്നവരോട്. പ്രൈസ് ദി ലോർഡ്. അത് പറയുന്ന ഭാഗം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അപ്പം മത്തായി 11:28. അവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള ആളുകളെ കണ്ടപ്പോൾ ദൈവത്തിന് മനസ്സലിവ് തോന്നി. ദൈവം പറയുകയാണ്, എൻ്റെ അടുക്ക വരുവീൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നാൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ആശ്വസിപ്പിക്കുന്നത് എങ്ങനെയാണ്? മോനെ പോട്ടെ, ഈ കൊട്ടയൊക്കെ അല്ലെങ്കിൽ ഈ ഭാരമൊക്കെ നിൻ്റെ ചുമലിൽ ഇരിക്കുന്നെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങ് യൂസ്ഡ് ആയിക്കോളൂ എന്ന് പറഞ്ഞാണോ ആശ്വസിപ്പിക്കുന്നത്? അങ്ങനെ ആശ്വസിപ്പിക്കുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് മാനുഷികമായ ആശ്വാസമാണ്. അവർക്ക് ചുമട് നീക്കാൻ കഴിയത്തില്ല, അവർക്കൊരു കൈത്താങ്ങൽ തരുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവർക്ക് ആ ഭാരം നിങ്ങളിൽ നീക്കുവാൻ കഴിയത്തില്ല. ഈ സന്നദ്ധ സംഘടനകളൊക്കെ, ചാരിറ്റബിൾ ഓർഗനൈസേഷനെ ഒന്നും ഞാൻ ഒരിക്കലും കുറ്റം പറയല്ല. അവർ ചെയ്യുന്ന വലിയ അധ്വാനങ്ങളും ശ്രമങ്ങൾക്കും തീർച്ചയായിട്ടും ശ്ലാഘനീയമായ പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഒരുപക്ഷെ എന്താ പറയുന്നത്, ഈ HIV ബാധിതരായിട്ടുള്ള ആളുകളുടെയൊക്കെ അരികിൽ ഒക്കെ പോയി അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുവാനൊക്കെ സന്നദ്ധത കാണിക്കുന്ന ഓർഗനൈസേഷൻ ഇന്ത്യയിലും US ഒക്കെ ഉണ്ട്. നമുക്കറിയാം, ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ഓർഗനൈസേഷൻ. നമ്മളെ ഒരിക്കലും അവരെ ഞാൻ ചെറുതാക്കിയോ അവരുടെ അഭിനന്ദനീയമായ വർക്കിനെ കുറച്ചോ കാണിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവരൊക്കെ ചെയ്താലും അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്, അല്ലേ? നമ്മൾ അങ്ങനെയുള്ളതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ നല്ല കാര്യങ്ങളാണെങ്കിലും
പ്രിയമുള്ളവരെ, ലോകത്തിൻ്റെ ഓർഗനൈസേഷനും ലോകത്തിൻ്റെ കൈത്താങ്ങലുകൾക്കും ആശ്വാസങ്ങൾക്കും ഒരു പരിധി വരെ നമ്മളെ സഹായിക്കുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഇവിടെ ദൈവം പറയുകയാണ്, നമ്മുടെ ഏത് ഭാരത്തിൻ്റെ മധ്യത്തിലും ഏത് ബുദ്ധിമുട്ടിൻ്റെ മധ്യത്തിലും പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ അടുത്തു വരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നെങ്കിൽ, നമ്മളെ വാസ്തവമായി ആശ്വസിപ്പിക്കുന്ന, നമ്മളെ വാസ്തവമായി സൗഖ്യമാക്കുന്ന, നമ്മളെ വാസ്തവമായി നമ്മളെ ഫ്രീ ആക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഇന്ന് ഭാരം ചോക്കുന്ന രോഗത്തിൻ്റെ ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ സംബന്ധമാകട്ടെ, ജോബ് റിലേറ്റഡ് ആകട്ടെ, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആകട്ടെ, ഏത് ഭാരവും കർത്താവിൻ്റെ സന്നിധിയിൽ അടുത്തു വന്ന ദൈവത്തിൻ്റെ മുമ്പിൽ അത് നീ കൊടുത്തു കഴിഞ്ഞാൽ, ആ ഭാരം കർത്താവ് നിൻ്റെ ചുമലിൽ നിന്ന് മാറ്റി, നിൻ്റെ കൈകളിൽ നിന്ന് മാറ്റി, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ഭാരം മാറ്റി, അവിടെ വേറെയൊരു സാധനം പകരം തരും, ദൈവത്തിൻ്റെ ആശ്വാസം, ദൈവത്തിൻ്റെ സമാധാനം. കർത്താവ് ഇങ്ങനെ പറഞ്ഞോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത് ലോകത്തിൻ്റെ സമാധാനം പോലെയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ സമാധാനം ലോകം തരുന്ന പോലത്തെ സമാധാനമല്ല. ദൈവത്തിൻ്റെ സമാധാനം മനുഷ്യർക്കോ സാമ്പത്തികത്തിനോ ഒന്നും തന്ന് നിങ്ങളെ സംതൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത, ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും അത് നിങ്ങളിലേക്ക് ദൈവം പകരുവാൻ ഇടയായിത്തീരും. നമ്മുടെ ഹോംവർക്ക് എന്താണ്? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങളെ പകരണം. അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് നമ്മൾ അടുത്ത് ചെല്ലണം. അതിനുവേണ്ടി നമ്മൾ തയ്യാറാകണം. അതിന് എത്ര പേരിന്ന് തയ്യാറാകും എന്നുള്ളതാണ് ചോദ്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇന്ന് അത് പകരുവാൻ എത്ര പേർ സമയമെടുക്കും? അതിനുവേണ്ടി തയ്യാറാകും. അങ്ങനെ തയ്യാറാകുന്നെങ്കിൽ നിശ്ചയമായും ഹല്ലേലൂയ, സ്തോത്രം, ദൈവം നമ്മുടെ ചുമടുകൾ നീക്കുവാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 34:5 ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൻ്റെ അരികെ ചെന്നിട്ട് നിങ്ങൾ ലജ്ജിച്ചു പോരും, നിൻ്റെ ഭാരമൊന്നും നീങ്ങത്തില്ല എന്ന് ഒരിക്കലും നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. അതൊരു അവിശ്വാസത്തിൻ്റെ ചിന്താഗതിയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അരികെ നിങ്ങൾ വിശ്വാസത്തോടെ കടന്നു ചെല്ലണം, പ്രതീക്ഷയോടെ കടന്നു ചെല്ലണം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകാൻ അവിടുന്ന് ഇടയാകത്തില്ല എന്ന് മാത്രമല്ല, അവങ്കിലേക്ക് ആരും നോക്കിയിട്ടുണ്ടോ അവരുടെ മുഖം പ്രകാശിക്കുവാനും ദൈവം ഇടയാക്കും. അതുകൊണ്ട് അധ്വാനിക്കുന്നവരായിട്ടുള്ളവരെ, ഭാരം ചുമക്കുന്നവരായിട്ടുള്ളവരെ, ജീവിതയാത്രയിൽ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കുവാൻ വൈഷമ്യം അനുഭവിക്കുന്ന ജീവിതയാത്രയുടെ തിക്താനുഭവങ്ങൾ, പ്രാക്ടിക്കലി അതിൻ്റെ റഫ് ഗ്രൗണ്ട്സിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരുമായുള്ളവരെ, നിങ്ങൾ ഏത് ഭാരത്തോടെയാണ് ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുള്ളതെങ്കിലും കർത്താവിൻ്റെ സന്നിധിയോട് നമ്മൾ ആ ഭാരത്തെ ഇറക്കി വെച്ച് ദൈവസന്നിധിയിലോട് നമ്മൾ നടക്കുവാൻ തയ്യാറായാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരോടെ ആ ഭാരങ്ങളെ പകരുവാൻ തീർന്നാൽ നമ്മുടെ ചുമലിലെ ഭാരങ്ങളെ ഇന്ന് തന്നെ മാറ്റി, നമ്മുടെ കയ്യിലെ ഭാരങ്ങളെ ഇന്നു തന്നെ മാറ്റി, നമ്മുടെ ഹൃദയത്തിൽ മുകളിലിരിക്കുന്ന ആ ഭാരം, നെഞ്ചിനകത്തൊരു എന്താ പറയുക, നെഞ്ചിന് മുകളിൽ കല്ല് വെച്ചിരിക്കുന്ന പോലെ എന്നൊക്കെ പലരും പറഞ്ഞു, നമ്മൾക്ക് ഉറക്കം തരാത്ത, സമാധാനം തരാത്ത, ടെൻഷനിൽ നിർത്തുന്ന ആ ഭാരം, ഒരുപക്ഷെ നമുക്കത് ആ ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമായിരിക്കാം. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലതും കാണുന്ന രഹസ്യത്തിൽ സകല രഹസ്യങ്ങളെയും കർത്താവിന് മുമ്പിൽ പരസ്യമായിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഒരുപക്ഷെ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത ആ ഭാരവും ദൈവത്തിൻ്റെ സന്നിധിയിൽ കാണുന്ന പിതാവിൻ്റെ മുമ്പിൽ വെച്ചാൽ ആ ഭാരത്തിന് അവിടുന്ന് എടുത്തു മാറ്റി ആശ്വാസം നൽകി നമ്മളെ ആശ്വസിപ്പിക്കാൻ ദൈവം മതിയായവനും വിശ്വസ്തനുമാണ് എന്നുള്ള ഒരു ദൂത് ഈ വചനത്തിന് മുമ്പിൽ ഞാൻ നിങ്ങളുടെ സന്നിധിയിൽ പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എത്ര പേരെ എന്നെ തയ്യാറാവും? നമ്മൾ പ്രാർത്ഥിച്ച് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. മുമ്പ് കർത്താവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു പാട്ടിൻ്റെ ചരണങ്ങളും കൂടെ പാടി നമ്മൾ പ്രാർത്ഥിച്ച് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും.
ദൈവം നിങ്ങളുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തന്മാർവിലെന്നെ ചേർത്തിടും. സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ആമേൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. ഉലകവെയിൽ കൊണ്ടു ഞാൻ വാടി വീഴാതോടുവാൻ. തണലെനിക്കു ഏകിടുവാൻ വലഭാഗത്തായുണ്ടുതാൻ. തണലെനിക്കു തന്നിടുവാൻ വലഭാഗത്തായി ഉണ്ടുതാൻ. എന്നും നല്ലവൻ യേശുവെന്നും നല്ലവൻ. ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. പ്രൈസ് ദി ലോർഡ്. ഉലകവെയിൽ കൊണ്ട് ജീവിതയാത്രയുടെ ഭാരത്തിൽ നമ്മൾ വാടി വീഴാതെ തണലേക്ക് നമ്മളെ നടത്തുവാൻ പകൽ മേഘസുമമായി രാത്രി അഗ്നിതൂണായി സ്വർഗീയ മന്നകൾ തന്ന് ആശ്വാസങ്ങൾ തന്ന് പാറയിൽ നിന്നുള്ള തേൻ പൊഴിച്ച് സൗഖ്യങ്ങൾ നൽകി രോഗികൾക്ക് സൗഖ്യദായകനായി ഭാരം ചുമക്കുന്നവരുടെ ഭാരങ്ങളെ എടുത്ത് മാറ്റി ആശ്വാസത്തിൽ നടത്തുവാനും യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ എന്നൊരു വാക്യം. ബന്ധനത്തിലിരിക്കുന്നവരെ, ബന്ധനസ്ഥരായവരെ ആ ബന്ധനത്തിൽ നിന്ന് മോചിതരാക്കുകയും ചെയ്ത് നമ്മളെ സ്വാതന്ത്ര്യത്തിലും സന്തോഷത്തിലും ആശ്വാസത്തിലും നടത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ഈ മെസ്സേജിലൂടെ കേട്ടത്. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു വരുമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഭാരങ്ങളെ മാറ്റി, നമ്മുടെ ചുമടുകളെ നീക്കി, നമ്മുടെ കൈകളെ കൊട്ട വിട്ട് ഒഴിഞ്ഞ് ഫ്രീ ആക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളുടെ ചുമലിൽ നിന്ന് ചുമടുകളെ, ഞങ്ങളുടെ തോളിൽ നിന്ന് ആമേൻ ചുമടുകളെ നീക്കുന്ന ദൈവമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഞങ്ങളുടെ ഹല്ലേലൂയ കൈകളിലെ കൊട്ട വിട്ട് ഒഴിഞ്ഞു മാറി ഞങ്ങളെ ആശ്വാസം നൽകുന്ന ദൈവമെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരാകും, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകത്തില്ലെന്ന് അവിടെ ഞങ്ങളോട് സംസാരിച്ചല്ലോ. കർത്താവേ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അരികിൽ വന്നു വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. കർത്താവേ, അങ്ങയുടെ തിരുവചനങ്ങൾക്കായി സ്തോത്രം. അതും പ്രകാരം അങ്ങയോട് അടുത്തു വന്ന് ഞങ്ങളുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ പകരുവാനും ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ ദൈവജനങ്ങളുടെ താവേ ഹല്ലേലൂയ ഭാരങ്ങളെ അവിടുന്ന് മാറ്റുവാനും ഇടയായി തരണം. ഈ ജീവിതയാത്രയിൽ ഞങ്ങൾ ഒത്തിരി ഭാരത്തിലൂടെയും പ്രതികൂലത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അതൊന്നും ഞങ്ങളെ വന്ന് മൂടാതെ, അതൊന്നും ഞങ്ങൾക്കൊരു ഹാനി ചെയ്യാതെ, അതൊന്നും ഞങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ സകല ഭാരങ്ങളെ മാറ്റി ഞങ്ങൾക്കായി ചൊവ്വയുള്ള പാത ഞങ്ങളെ നയിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിലെ ദുർഘട മേടുകളെ മാറ്റി കർത്താവേ, ദൈവം ഞങ്ങളെ കർത്താവേ ആശ്വാസത്തിൻ്റെ വഴിയിലൂടെ ഞങ്ങളെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ആരെങ്കിലും രോഗികളോ കർത്താവേ സ്തോത്രം മാനസിക സമ്മർദ്ദത്തിലൊക്കെയുള്ളവരായി ഇരിക്കുന്നെങ്കിൽ ദൈവമേ, ഈ പ്രാർത്ഥിക്കുന്ന സമയം തന്നെ അങ്ങയുടെ ആശ്വാസം ലോകം തരുന്ന പോലത്തെയല്ല, ദൈവം തരുന്ന ദൈവത്തിൻ്റെ ആശ്വാസവും സൗഖ്യങ്ങളും പ്രാപിച്ച് കടന്നു പോകാൻ സഹായിക്കണം. ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാനിടയും സഹായിച്ചതിനായി സ്തോത്രം. മേ ദിസ് വീഡിയോ gonna help many people and touch many lives, Lord. Hallelujah. അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥനയായി അതിനെ കേട്ടതിനായി സ്തോത്രം. In Jesus' name, amen and amen. May God bless you all. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഭാരങ്ങൾ നീക്കുന്ന ദൈവത്തിലേക്ക് നമുക്ക് അടുത്തു വരാം, ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാം. May God bless you.